ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ 1501ാമത് നബിദിനം സമുചിതമായി ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് റഫീഖ്, ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി എന്നിവരുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് ഔപചാരികമായി തുടക്കമായത്. യുവജന കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സമൂഹത്തിലെ എല്ലാവരും മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് മന്ത്രി പറഞ്ഞു. രഹസ്യങ്ങളോ നിഗൂഢതകളോ ഇല്ലാത്ത സുതാര്യമായ ജീവിതമായിരുന്നു പ്രവാചകന്റേതെന്നും സമകാലിക ലോക സാഹചര്യങ്ങളിൽ പ്രവാചക ദർശനങ്ങൾ ഏറെ പ്രസക്തമാണെന്നും ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പറഞ്ഞു. ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിൽ മനുഷ്യ സ്നേഹത്തെ സംബന്ധിച്ച് ഇതുപോലെ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് നമുക്കൊരു വലിയ അത്ഭുതം. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഈ സമൂഹത്തോട് പറഞ്ഞു. അയൽവാസി എന്നാണ് പറഞ്ഞത്, സ്വജാതിയെന്നോ സ്വമതമെന്നോ അല്ല. വെളിച്ചത്തിൽ ജീവിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിത്തുകളുടെയോ അല്ലെങ്കിൽ നിഗൂഢതകളുടെയോ പിമ്പലത്തിലല്ല, വ്യക്തമായ എല്ലാ നിലക്കും തെളിഞ്ഞ പൂർണ്ണമായ ഒരവസ്ഥയിലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതിൽ അവ്യക്തതകളോ നിഗൂഢതകളോ ഇല്ല. ഏറ്റവും സമ്പൂർണ്ണമായ ജീവിതം, മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളെയും ബാധിക്കുന്ന എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന വളരെ സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ലോകത്ത് ആ പ്രവാചകനെക്കുറിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടതുപോലെ മറ്റൊരു പ്രവാചകനെക്കുറിച്ചും ഒരു സവിശേഷ വ്യക്തിയെക്കുറിച്ചും ഗ്രന്ഥങ്ങൾ വന്നിട്ടില്ല. ലോകത്ത്